ഇടുക്കിയിലേക്ക് നമുക്കൊന്ന് പോകാം. അവിടെ ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. മണ്ണിടിച്ചിലിനെ തുടർന്ന് വിവിധയിടങ്ങളിൽ ഗതാഗത തടസ്സം നേരിടുന്നുണ്ട്. നേര്യമംഗലം വനമേഖലകളിൽ അതിശക്തമായ കാറ്റും മഴയുമാണ് ഉണ്ടായത്. നേര്യമംഗലം അടിമാലി ദേശീയപാതയിൽ രാത്രികാല ഗതാഗതത്തിന് നിരോധനം ഏർപ്പെടുത്തി. കട്ടപ്പന ചെറുതോണി പാതയിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിഞ്ഞു. പാമ്പ്ള നേര്യമംഗലം റൂട്ടിലും മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. വാഗമൺ പീരുമേട് ഏലപ്പാറ മേഖലകളിലും കഴിഞ്ഞ മണിക്കൂറുകളിൽ അതിശക്തമായ മഴയാണ് പെയ്തിട്ടുള്ളത്. വിനോദസഞ്ചാര മേഖലയിലും നിരോധനം തുടരുകയാണ്. രാഹുൽ സുരേഷ് കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുകയാണ്. രാഹുൽ, ഇപ്പോൾ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഇടുക്കി ജില്ലയിൽ ആകെ ശക്തമായ മഴ തന്നെയാണോ ഉള്ളത്? ഇപ്പോഴും അത് അങ്ങനെ തുടരുകയാണോ? എന്തൊക്കെയാണ് ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? രാഹുൽ, ഷിഹാസ്, ആശങ്കപ്പെടുത്തുന്ന ഒരു രാത്രിയെയാണ് ഇടുക്കി അതിജീവിച്ചിരിക്കുന്നത്. കാരണം ഇന്നലെ രാത്രി അതിശക്തമായ മഴയാണ് അനുഭവപ്പെട്ടത്. വൈകിട്ട് 6 മണിക്ക് ആരംഭിച്ച മഴ ഇന്നലെ രാത്രി 1 മണി വരെ പലയിടങ്ങളിലും തുടരുകയും ചെയ്തിരുന്നു. രാത്രികളിലെല്ലാം തന്നെ പല മേഖലകളിലും റോഡുകൾ ഗതാഗത കുരുക്കുണ്ടായി, ഗതാഗതം സ്തംഭിക്കുന്ന സാഹചര്യമുണ്ടായി. റോഡിലേക്ക് വലിയ രീതിയിൽ മണ്ണും മരങ്ങളും കടപുഴകി വീഴുകയും ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴെന്തായാലും മഴയ്ക്ക് നേരിയൊരു ശമനമുണ്ട്. രാവിലെ ഒരു 5:30 വരെ മഴ ശക്തമായിരുന്നു. പക്ഷേ 5:30-ക്ക് ശേഷം ഇടവിട്ടുള്ള മഴയാണ് വിവിധ മേഖലകളിൽ തുടരുന്നത്. നമ്മൾ ഉള്ളായി കട്ടപ്പനയിലടക്കം ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. പക്ഷേ മേഘാവൃതമായ കാലാവസ്ഥയാണ്. വരുന്ന മണിക്കൂറുകളിൽ ഓറഞ്ച് അലേർട്ടാണ്. ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുകയും ചെയ്യുന്നത്. നേര്യമംഗലം വനമേഖലയിൽ ഇന്നലെ രാത്രി 7 മണിക്ക് ശേഷം ശക്തമായിട്ടുള്ള കാറ്റും മഴയുമാണ് അനുഭവപ്പെട്ടത്. അതേ തുടർന്ന് രാത്രി 8 മണിയോടുകൂടി ഈ മേഖലയിലൂടെയുള്ള യാത്ര പൂർണ്ണമായും നിരോധിക്കുകയായിരുന്നു. രാത്രി 8 മണിക്കാണ് നേര്യമംഗലം മുതൽ അടിമാലി വരെയുള്ള ഗതാഗതം നിരോധിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടം ഉത്തരവിറക്കിയത്. തുടർന്ന് നേര്യമംഗലത്ത് ഈ വാഹനങ്ങൾ തടയുകയായിരുന്നു. പോലീസിന് ഇത് സംബന്ധിച്ച കൃത്യമായ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അതുകൂടാതെ കൊക്കയാറ്, കഞ്ഞിക്കുഴി മേഖലകളിൽ 6 മണി മുതൽ രാത്രി 1 മണി വരെ തുടർച്ചയായി അതിശക്തമായിട്ടുള്ള മഴ പെയ്യുകയും ചെയ്തു. കൂടാതെ കട്ടപ്പന, ചെറുതോണി ഭാഗങ്ങളിൽ വിവിധയിടങ്ങളിൽ മരം കടപുഴകി വീണും മണ്ണിടിഞ്ഞും ഗതാഗതം സ്തംഭിച്ചു. തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണ് ഈ മരങ്ങൾ മുറിച്ചു മാറ്റുകയും JCBയുടെ സഹായത്തോടെ മണ്ണ് നീക്കം ചെയ്യുകയും ചെയ്തത്. കഞ്ഞിക്കുഴി വണ്ണപ്പുറം തൊടുപുഴ റൂട്ടിൽ രാത്രിയോടുകൂടി പഴയരിക്കണ്ടത്തിന് സമീപം റൂട്ടിൽ വെള്ളക്കെട്ടുണ്ടാവുകയും ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. പിന്നീട് വെള്ളം ഇറങ്ങിയ ശേഷമാണ് വാഹനങ്ങൾ ഇപ്പോൾ രാവിലെ കടന്നുപോകാൻ തുടങ്ങിയിരിക്കുന്നതും. ഇപ്പോൾ വീണ്ടും മഴ ശക്തമാകുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ വിവിധയിടങ്ങളിൽ വീണ്ടും വെള്ളം കയറാനും മണ്ണിടിയാനുള്ള സാധ്യതയുമുണ്ട്. വിനോദസഞ്ചാര മേഖലയ്ക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വിനോദസഞ്ചാരികൾ ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ ജില്ലയിലേക്ക് എത്താൻ പാടില്ല എന്നാണ് പറയുന്നിരിക്കുന്നത്. തമിഴ്നാടിന്റെ അതിർത്തികളടക്കം വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ തടയുകയും ചെയ്യുന്നുണ്ട്. വിനോദസഞ്ചാര മേഖലയിലെ എല്ലാ വിഭാഗങ്ങളും പൂർണ്ണമായി തന്നെ അടച്ചിട്ടിരിക്കുകയുമാണ്. എന്തായാലും മഴ ശക്തമാവുകയാണെങ്കിൽ വീണ്ടും ജില്ല ആശങ്കയിലേക്ക് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. ഷിഹാസ്, ശരി. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുക, മഴക്കാഴ്ചകൾ കാണാനുള്ള പോക്ക്, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രയൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ. അതായത് നദീതീരങ്ങളിലേക്ക് പോവാതിരിക്കുക, മലയോര മേഖലകളിലേക്ക് പോവാതിരിക്കുക, കഴിയുന്നതും അവധി നൽകുന്ന വീട്ടിൽ തന്നെ തുടരാനാണ് എന്നുള്ളത് മനസ്സിലാക്കുക.